പേൽ പിങ്ക് വെച്ചിട്ടാണ് ഓരോ ഇതളുകളും ഫില്ല് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിങ്ക് വെച്ചിട്ട് ഇതളുകളുടെ ടിപ്സ് എല്ലാം ഷെയ്ഡ് ചെയ്യും. എല്ലാ ടിപ്സും പിങ്ക് വെച്ച് ഷെയ്ഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എടുത്ത ആ പേൽ പിങ്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ഷെയ്ഡ് ഒരു സൈഡ് ചിലതിൻ്റെയൊക്കെ ഒരു സൈഡ് ഇങ്ങനെ കൊടുക്കണം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണ്. പക്ഷേ വൈറ്റ് ഇടും ഇടയ്ക്കൊരു ചെറിയൊരു ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ വൈറ്റ് ഇടും. വൈറ്റ് ഇട്ടിട്ട് നമ്മൾ ആ വരച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളുണ്ടല്ലോ അവിടെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഇതളുകൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ടിപ്പിലിരിക്കുന്ന പാടുകളൊക്കെ അങ്ങോട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടുമ്പം ഇത് വന്നിട്ട് താമരയല്ല, ആമ്പലാണ്. എല്ലാം ഓരോരോ ഇതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടണം. ഇതിൽ ടിപ്പിൽ ഒരു ചെറിയ 1-2 ലൈൻസും കൂടെ കൊടുക്കുമ്പോൾ ആ ഒരു ഷെയ്ഡിങ് കംപ്ലീറ്റ് ആവും. എല്ലാ ഇതളിലും ഔട്ട്ലൈൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ലൈൻസും കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെയ്ഡും കൂടെ കൊടുക്കണം.
ഇടയ്ക്കൊരു വൈറ്റ്, ചെറിയൊരു വൈറ്റ് ഷെയ്ഡും കൂടെ വന്നാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഒരു പെറ്റൽസിൻ്റെ ഒരു ചെറിയൊരു സെപ്പറേഷൻ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുത്താൽ നല്ലതാണ്. ഈ ലാസ്റ്റ് 2 പെറ്റലും വൈറ്റ് കുറച്ചൊരു പേൽ പിങ്ക് മിക്സായി വരും. കാരണം നേരത്തെ പേൽ പിങ്ക് വെച്ച് ഷെയ്ഡ് ചെയ്ത് അതേ ബ്രഷ് വെച്ച് തന്നെ വാഷ് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുമ്പം അതിലൊരു ചെറിയൊരു പിങ്ക് ടിൻറ്റ് വരും. അതൊരു ഭംഗിയാണ്. കുറച്ച് അത് വേണമെന്നുള്ളവർക്ക് ചെയ്താൽ മതി. വൈറ്റ് മാത്രം പ്യുവർ വൈറ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രഷ് വാഷ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഇതിൻ്റെ താഴത്തെ പെറ്റലിൽ ഒരു ഗ്രീൻ, ആ പെറ്റിൽ ഗ്രീൻ തന്നെ കൊണ്ടിട്ട് ഔട്ട്ലൈനും കൂടെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അത് സാപ്പ് ഗ്രീനാണ് ഉപയോഗിച്ചത്. സാപ്പ് ഗ്രീൻ്റെ അടുത്ത് ഇടയ്ക്ക് ഒരു ഷെയ്ഡിന് മഞ്ഞ സാപ്പ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ബാംബു ഗ്രീൻ ഉപയോഗിക്കാം. ഇത് ഞാനിപ്പോൾ ബാംബു ഗ്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലില്ലിയുടെ ഒരു സീഡിൻ്റെ വരുന്നുണ്ട്. അവിടെ ഒരു ബാംബു ഗ്രീൻ ഇട്ടിട്ട് ഒരു 2-3 സീഡ് ഒരു ഡിസൈനും കൂടെ. ഇതാണ് ഫിനിഷായ പെയിൻറ്റിങ്. പിന്നെ അതൊരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ്, ഒരു ഡക്കും ഒക്കെ കൂടെ ചേർന്നിട്ടൊരു പെയിൻറ്റിങ്ങാണ്. സാരിയുടെ പല്ലുവിൽ ഇതാണ് ഫിനിഷ് ചെയ്ത ലില്ലി.